ഹലോ! ഹെഡ്മിയിൽ ഓടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ. കുറേ പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. ബെൻസി എന്തിയേ? എന്ത് പറ്റി? സുഖമാണോ? പിന്നെ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ദൈവകൃപയാൽ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ഇല്ലാത്തവർ തീർച്ചയായിട്ടും കമൻ്റ് ഇട്ടും ഒക്കെ തിരക്കും. എന്തിയേ? എവിടെ പോയി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. കുറേ പേര് യൂട്യൂബിലിട്ട നമ്പർ കണ്ടുപിടിച്ച് അതിനകത്ത് പുതിയതായിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നവരും ഉണ്ട് എന്ത് പറ്റിയെന്ന്. സമയക്കുറവാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം അറിയാലോ. രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ടാണ്. ദോശ ഉണ്ടാക്കലൊക്കെ വളരെ കുറവാണ് പൊതുവേ. സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും പൊതുവേ കുറവാണ് കഴിക്കുന്നതെന്ന് പറയുന്നതാകും ശരി. ദോശയ്ക്ക് ചമ്മന്തിക്കറിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചമ്മന്തിക്കറി കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പം ടേസ്റ്റുമാണ്. നല്ല വിളഞ്ഞ, നല്ല എന്താണ്, അധികം വിളയാത്ത ഉണക്കത്തേങ്ങ അല്ലാത്ത വിളഞ്ഞ നല്ല പാലുള്ള തേങ്ങയാണ് ചമ്മന്തിക്കറി. നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, തേങ്ങയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കൊച്ചുള്ളി ഇത്ര ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇത്തിരി ഇടാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ്, കൊച്ചുള്ളി ഉണ്ടെങ്കിലും നല്ല കൊച്ചുള്ളി വേണം കേട്ടോ, എങ്കിലാണ് ടേസ്റ്റ്. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. യാതൊരു കാരണവശാലും തിളക്കരുത്. ഞാൻ ആ പാത്രം കടുക് അളിച്ച് കഴിഞ്ഞ് നല്ല ചൂടുണ്ടെങ്കിൽ അന്നേരം തന്നെ അങ്ങ് ഓഫ് ചെയ്യും, ആ അരച്ച് വെച്ചത് ഒഴിച്ചിട്ടേ. കാരണം ആ പാത്രത്തിൻ്റെ ചൂട് മതി പിന്നെ ആ കറി റെഡി ആവാനായിട്ട്. അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ആവി വന്നാൽ മതി. ഇതാ നല്ല മുരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. ഉള്ളി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിന് ചൂട്, നമ്മളിത് അരയ്ക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർക്കണ്ട. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് കട്ടിക്ക് വേണേൽ കട്ടിക്ക് എടുക്കാം, ഹോട്ടലിൽ കിട്ടുന്നതാണെങ്കിൽ ലൂസായിട്ട് വേണേൽ ലൂസായിട്ട് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എന്നിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചാൽ മതി. ഞാനിത് ഒഴിച്ച ഉടനെ തീ അങ്ങ് ഓഫ് ചെയ്തായിരുന്നേ, ആ പാത്രത്തിൻ്റെ ചൂട് മതി. ഇതിനിടയ്ക്ക് ദോശയും ചുടുന്നുണ്ട്, ചമ്മന്തിക്കറിയും റെഡി ആവുന്നുണ്ട്. അപ്പോൾ എന്താണ്, ദോശയും ചമ്മന്തിക്കറിയും ഒരു നല്ല കോമ്പിനേഷനാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ സ്വഭാവം കണ്ടുപിടിച്ച് ഇത് പഠിപ്പിച്ചത് ജോസാനാണ് കേട്ടോ. ജോസാൻ ഇടയ്ക്കിടയ്ക്ക് കടയിൽ നിന്ന് ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ 5 രൂപ പൗച്ച് ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വരും. അതിൽ നിന്നും കിട്ടിയ ശീലമാണ് എനിക്കും. ഇപ്പം ചായ കുടിയില്ല, വെള്ളം കൂട്ടി ഇച്ചിരി പാലും വെള്ളം എന്ന് പറയത്തില്ലേ, ഞാൻ എടുക്കുന്ന കണക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം, 3/4 ഗ്ലാസ് പാല്, അങ്ങനെയാണ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇത്തിരി ബൂസ്റ്റ്, അല്ലെന്നുണ്ട് ഇത്തിരി ഇതല്ല, 1 കവർ ബൂസ്റ്റോ, അതല്ലെന്നുണ്ടെങ്കിൽ 1 കവർ ഹോർലിക്സ്. എനിക്ക് പക്ഷേ ഹോർലിക്സിനേക്കാളും ഇഷ്ടം ബൂസ്റ്റാണ്. അതിട്ട് ഇളക്കി നല്ലതുപോലെ 2-3 അടി അടിച്ച്, അതാകുമ്പോൾ എന്താണെന്നോ, ഇത്രയത്തിനകത്ത് അത്രയും ഇടുമ്പോൾ ഭയങ്കര മധുരമൊന്നുമില്ല, ഒട്ടും മധുരമില്ലെന്ന് തന്നെ പറയാം. ഒരു ടേസ്റ്റും ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ശീലം. എത്ര നാൾ ഈ ശീലം പോകുമെന്ന് അറിയില്ല. കാരണം എന്തും ആദ്യം കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്യും, പിന്നെ അതങ്ങ് വിട്ട് കളയും. അതാണല്ലോ എൻ്റെ ശീലം. ജോസാന് 1/2 കവറേ എടുക്കത്തു. 1 കവർ പൊട്ടിച്ചാൽ 2 ദിവസത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 1 കവർ പൊട്ടിച്ചാൽ 1 ദിവസത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ജോസാനൊന്ന് പുറത്തോട്ട് പോയി, ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നതേ ഉള്ളൂ. എന്താണെന്ന് മനസ്സിലായോ? എനിക്ക് സ്റ്റൗ കത്തിക്കാൻ പുതിയ എന്തിനു പറയുന്ന ലൈറ്റർ കൊണ്ടുവന്നതാണ്, വലിയ അടുപ്പ്. അത് ഭയങ്കര ഫയറല്ലേ, അപ്പം നമ്മൾ കത്തിക്കുമ്പോൾ ആളി കത്തും. അപ്പം ചെറുതാണെങ്കിൽ കയ്യിൽ ചൂടടിക്കുന്നുണ്ടേ, അതിന് മേടിച്ചുകൊണ്ട് വന്നു. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് ഞാനിപ്പോൾ സ്റ്റാറ്റസ് കാണുന്നവർക്കറിയാം, അവല് വിളയിച്ചത് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അവല് വിളയിച്ചത് എല്ലാ പ്രാവശ്യം ചെയ്യുമ്പം കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെച്ചേക്കും. എന്നിട്ട് സ്പൂണൊക്കെ ഇട്ട് ഡെയിലി അതിൽ നിന്ന് സ്പൂണിട്ടെടുക്കും. ഇടയ്ക്ക് നനഞ്ഞ സ്പൂണ് ഇടും. എപ്പോൾ കനയ്ക്കുന്നുണ്ടോ, എത്ര ദിവസം കേടാവാതിരിക്കുന്നു എന്നൊക്കെ നോക്കും. ഒരു 6-7 ദിവസം വരെ ഞാൻ കുറേശ്ശെ എടുത്ത് കഴിച്ച് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കനയ്ക്കുകയോ ഒരു പ്രശ്നമില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. അതിൽ കൂടുതലൊന്നും ഇത്ര ഇരിക്കത്തില്ലെന്നേ. 2 പേരുടെ ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒരു 7 ദിവസമൊക്കെ ഇരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. അപ്പോൾ അവൽ വിളയിച്ചത് ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, 1/4 കിലോ 1/2 കിലോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതുണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമല്ലല്ലോ, അന്നേരം ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ 1 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഓർഡർ തരുന്നവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ചിലർ ചേച്ചി ഉണ്ടാക്കുന്ന ദിവസം അതിനകത്തുനിന്ന് ഒരു 1/4 കിലോ 1/2 കിലോ തരണമെന്ന് പറയുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവൽ വിളയിച്ചത് ചിലർക്ക് ഇഷ്ടം ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ചിലർക്ക് ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മുളകാണിത്. കൊച്ചിലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നേ. അയ്യോ, ഇത് ചോറിനകത്തൊക്കെ ഉടച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു മണം മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇത് ചർച്ചിൽ
ലേലം വിളിക്കാൻ പലരും പല സാധനങ്ങളും കൊണ്ടുവരും. അങ്ങനെ ഞാൻ ലേലം വിളിച്ചെടുത്തതാണ് കേട്ടോ. ഇതിന്ന് 2 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പഴുത്തത്. അരിയെടുത്ത് പാകാനായിട്ട്. കിട്ടുമെങ്കിൽ കിട്ടട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാ കറികൾക്കും തോരനും ഒക്കെ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മണം, ഇതിൻ്റെ പേരെന്ത്, ഞങ്ങൾ പൊതുവെ ഉണ്ടമുളകെന്നാണ് പറയുന്നത്. പിന്നെ കരണംപൊട്ടി എന്നും പറയാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കുമല്ലോ. ഇപ്പോൾ കുറേ വെറൈറ്റികളുണ്ടല്ലോ. അപ്പോൾ രാവിലെ മീൻ വണ്ടി വന്നു. അതിനകത്ത് മത്തി എന്ന് പറയാൻ ചാളയെന്ന് പറയാം. കുറേ നാളായി ഇങ്ങനെയൊക്കെയുള്ള മീൻ മേടിച്ചിട്ടേ. ഈ അച്ചാറടക്കം തുടങ്ങിയ പിന്നെ മീനിൻ്റെ തല മിക്കവാറും കാണും. ഇപ്പം മറ്റുള്ള പലർക്കും കൊടുക്കുവാണ്. അങ്ങനെ തല കാണും. അതല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പീസ് മാറ്റി വെക്കാം കറി വെക്കാനായിട്ട്. അങ്ങനെ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു ഇത്തിരി മത്തി കിട്ടിയായിരുന്നു എങ്കിലെന്ന്. അങ്ങനെ അതിൻ്റെ അരപ്പിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. എന്തായാലും ഈ മുളകുണ്ട്, അത് അരയ്ക്കാനും കീറിയിടാനും ഈ മുളക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിൻ്റെ കണക്ക് കറക്റ്റ് അങ്ങോട്ട് പിടികിട്ടത്തില്ല. എരിയേ ചിലപ്പം കൂടും, ചിലപ്പം കുറയും. കൂടിയ ജോസാൻ്റെ വഴക്ക് കേൾക്കും. കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു, അതും ഇട്ടിട്ടുണ്ട്. അപ്പം മീൻ അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക്, കുറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട്, ലേശം ഉലുവാപ്പൊടി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, ഇത്രയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ഫ്രീസറിലാക്കി വെക്കണേ. എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു. അത് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തൊലിയോടുകൂടി തന്നെ ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തൊലി പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പം തൊലിയോടുകൂടി തന്നെ ഞാനത് അരിഞ്ഞ് ഒരു സിബ്ലോ കവറിനകത്താക്കി ഫ്രീസറിൽ വെച്ചേക്കുവാണേ. ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുക്കും. ഇതുപോലെ ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങ് ഇടാം, അതല്ല ഒന്ന് കഴുകിവാരി വേണമെങ്കിലും ഇടാം. ഐസായിട്ടിരിക്കുവാണിത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയരുത്, വേസ്റ്റ് ആക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. ഒരു മാവില്ലാത്തവർക്കേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് പല കറികൾക്കായിട്ട്. മാങ്ങ കറി വെക്കാനും ഇതുപോലെ മീൻ കറി വെക്കാനായിട്ടും പുളി വേണ്ടതിന് ഇടേണ്ടതിനും ഒക്കെ അവിയലിന് 2-3 കഷ്ണം ഇടാറുണ്ട്. അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. തിരിച്ചതുപോലെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. പലരും വിചാരിക്കും ഫ്രീസറിൽ വെച്ചാലേ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഇതുപോലെ ഇളകിയാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റെഡ് ലേഡി പപ്പായ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ടല്ലോ, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ കളർ കണ്ടോ? എന്ന് നോക്കിയിരിക്കുകയാണ് ഞാൻ. അതിനെ പോയി തൊട്ടും തലോടിയും കാര്യം പറഞ്ഞും ഒക്കെ ഇരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തതും കളർ വെച്ച് വരുന്നുണ്ട്. അതിനകത്ത് കുറേ കാകൾ പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു മറ്റേ നാടൻ്റെ കൂട്ടൊരു പുഷ്ടിയില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഇഞ്ചിയുടെ വില, ദൈവമേ, ഇവിടെയൊക്കെ കിലോ 300. നിങ്ങളുടെ അവിടെയൊക്കെ എത്രയാണ്? എനിക്കാണെങ്കിൽ അച്ചാറിനൊക്കെ ഇഷ്ടംപോലെ ഇഞ്ചി വേണം, ഇടാതിരിക്കാൻ പറ്റുമോ? അതും ഒക്കത്തില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇത് ഞാൻ നട്ട ഇഞ്ചി ഒന്ന് നോക്കിയതാണ് എന്തോ ഉണ്ടെന്നൊരു മൂട്ടിൽ. അത്യാവശ്യം ഒരു മീൻകറിക്കൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഒരു 10 മൂട് കാണും ഞാൻ നട്ട് വെച്ചത്. അത് നല്ല രീതിയിലൊക്കെ നട്ടായിരുന്നെങ്കിൽ വല്ലതൊക്കെ കൂടുതൽ കിട്ടിയേനെ. അപ്പോൾ എന്നെ കഴിയുന്ന രീതിയിൽ അങ്ങോട്ട് കുഴിച്ചു വെച്ചതാണേ. അപ്പോൾ ഒരു മൂടൊന്ന് വെറുതെ എടുത്ത് നോക്കിയതാണ്. എന്നിട്ട് അതിൻ്റെ ആ മൂട് അതുപോലെ തന്നെ കുഴിച്ചവിടെ വെച്ചു. ഇഞ്ചി കൃഷിയുള്ളവരൊക്കെ ഭാഗ്യവാന്മാർ. കാരണം ഇപ്പോഴത്തെ ഈ ഇഞ്ചി വിലയ്ക്ക് ഞാൻ ഈ അച്ചാർ ബിസിനസ് തുടങ്ങിയെങ്കിലും എനിക്ക് ഒന്നും വീട്ടിലില്ലല്ലോ. ഇഞ്ചി, കറിവേപ്പില എല്ലാം പുറത്തുനിന്നല്ലേ മേടിക്കുന്നത്. വീട്ടിൽ നിന്ന് എടുക്കാൻ ഒന്നുമില്ല എനിക്ക്. കറിവേപ്പ് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്ര വലുതാവുമോ, അതിൽ നിന്ന് ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി എടുക്കത്തക്ക രീതിയിലൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അരപ്പരച്ചു, ചട്ടി വെച്ചു, അരപ്പ് അതിനകത്തോട്ട് ഇട്ടു. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഉപ്പിടാം. പലരും പല രീതിയാണല്ലോ. ചിലർ ആദ്യം തന്നെ മാങ്ങ ഇട്ട് വെക്കാറുണ്ട്. ചിലർ മീൻ ഇത്തിരി വെന്ത ശേഷം മാങ്ങ ചേർക്കാറുണ്ട്. ചിലർ അരപ്പ് തിളച്ച ശേഷം മാങ്ങ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അരപ്പൊന്ന് ചൂടായി തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിനകത്തേക്ക് മാങ്ങ ഇട്ടിരിക്കുന്നത്. കാരണം മാങ്ങ ഒത്തിരി വെന്ത് പോയാലും കൊള്ളില്ലല്ലോ. അതിനുശേഷം 1-2 തക്കാളി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നും പറഞ്ഞ് അതും ഇട്ടിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് അരച്ചിട്ടുമുണ്ട്, കീറിയിട്ടിട്ടുമുണ്ട്. ഇത് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് നല്ലതുപോലെ നമ്മുടെ ആവശ്യത്തിന് തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്നാവുന്ന ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തേങ്ങ അരച്ച മീൻ കറി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ കടുതാളിപ്പാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. മീനിൻ്റെ കടുതാളിപ്പ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒന്നൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അത്യാവശ്യം നല്ലതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം കടുകിട്ടിട്ട് കുറച്ച് കൂടുതൽ കൊച്ചുള്ളി വേണം. സവാളയിൽ ചെയ്താലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. കൊച്ചുള്ളിയും കറിവേപ്പില ഇടാം. അത് നല്ലതുപോലെ മൂപ്പിച്ച് ലാസ്റ്റിൽ കളറിന് വേണ്ടി ഒരു ഇച്ചിരി മുളക് പൊടിയും ചേർത്ത് നമ്മുടെ മീൻ കറിക്കകത്തോട്ട് ഒഴിച്ച് അടച്ച് വെച്ചിരിക്കാം. അന്യായ മണമാണ്. ഈ ഒരു കറി വെച്ചാൽ നമ്മുടെ വീട് മൊത്തവും ഈ കറിയുടെ ഭയങ്കര ഒരു നല്ല വാസനയായിരിക്കും. ആ കടുക് താളിച്ചതിൻ്റെ മണം. ഇത് മാത്രം മതി ചോറുണ്ണാൻ.
തോരൻ വെക്കാനായിട്ട് ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിടണം, വെളുത്തുള്ളിയും അരിഞ്ഞിടണം, അതുപോലെ തന്നെ മുളകും അരിഞ്ഞ് ചേർക്കണം. പലരും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാബേജിനകത്ത് ചേർക്കാറില്ല. ഞാൻ പക്ഷേ ചേർക്കാറുണ്ട്. ആ ക്യാബേജിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ പോവാൻ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ബിജീസ് കിച്ചൺ ഇവിടെ വന്നപ്പോൾ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. കാരണം അവളുടെ കയ്യിൽ എന്തെല്ലാം നല്ല പാത്രങ്ങളുണ്ട്, ഒറ്റ ഒരെണ്ണം എടുക്കത്തില്ല, എല്ലാം ഇങ്ങനെ പൂജിക്കാൻ വെച്ചേക്കുക. എന്നും കുന്നും ആ ഇൻഡാലിയത്തിൻ്റെ പന്നേരി ചട്ടിയുണ്ട്, അതിനകത്തേ അവളെല്ലാം കാണിക്കത്തുള്ളൂ. വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഈ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ് കേട്ടോ, കുറേ പാത്രങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ പിന്നെ ഓരോ ദിവസവും ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പാത്രം മേയറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ. നല്ല പാത്രമാണ്. പക്ഷേ ഇച്ചിരി എണ്ണ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ കൂട്ടല്ല, മറ്റേ എൻ്റെ സെറാമിക്കിൻ്റെ എന്ന് പറയുന്ന എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പക്ഷേ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ തീ കുറച്ചിടണം. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിനുശേഷം അതിനകത്തേക്ക് ഈ കാബേജും അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെ ഒക്കെ ഇട്ടൊന്ന് വഴറ്റണം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ക്യാബേജിൻ്റെ വെള്ളം ഇറങ്ങി വെള്ളം ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം എണ്ണ ഒഴിക്കാതെ വേണമെങ്കിലും നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ച ശേഷം എണ്ണ ഒഴിച്ചാലും മതി. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് മസാല ചേർക്കാം. മസാലയായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ, അത് അതിനകത്തേക്ക് നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഏറ്റവും എളുപ്പമുള്ള ഒരു തോരനാണ് ക്യാബേജ് തോരൻ എന്ന് പറയുന്നത്. വേവിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നല്ലപോലെ വേവിക്കണോ അതോ കുറച്ച് വേവിച്ചാൽ മതിയോ, എങ്ങനെ വേണേലും നമുക്ക് തീരുമാനിക്കാം. നല്ലതുപോലെ ഒന്ന് ആവി വരുമ്പോൾ, അതായത് അരപ്പിനകത്തുനിന്ന് നല്ലതുപോലെ ഒന്ന് ആവി വരുമ്പോൾ ഇളക്കി യോജിപ്പിക്കാം. ഇത് അറിയാത്ത ആരും ഇല്ലല്ലോ, പിന്നെ ഒരു വ്ളോഗിനകത്ത് വീഡിയോ കാണിക്കുമ്പോൾ റെസിപ്പി പറയണമല്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം റെസിപ്പി പറയാതെ വിശേഷങ്ങൾ പറഞ്ഞാൽ ചിലർ പറയും, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനാണോ ഞങ്ങൾ വ്ളോഗ് കാണുന്നത്, ഞങ്ങൾക്ക് റെസിപ്പി അല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. ഉച്ചയൂണ് കാണുന്നതിനിടയ്ക്ക് ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുവെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിപ്പം എനിക്കൊന്ന് വർഷങ്ങളായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പറയാത്തത് കൊണ്ടായിരിക്കാം ആരും ഇപ്പോൾ ലൈക്ക് ചെയ്യാറില്ല, സബ്സ്ക്രൈബും ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണ് കൂടുതലും. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാനും മറക്കില്ല. ഇനിയുള്ള എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ പറയും കേട്ടോ, ആർക്കും വിഷമം തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്ത് കറികൾ വെച്ചാലും ഉടനെ ആ പാത്രം കഴുകി വൃത്തിയാക്കി വെക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാത്രങ്ങൾ അതും കഴുകി വെച്ചു ഒന്ന് വെള്ളമൊക്കെ തോന്ന ശേഷം തുടച്ച് അതുപോലെ അങ്ങ് അലമാരി വെക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് പാത്രങ്ങൾ നല്ല പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ അതാ അച്ചാറിട്ടിട്ട് ഇങ്ങോട്ട് ഇരിക്കുകയാണ്. വെള്ളനാരങ്ങ അച്ചാർ ഇപ്പോൾ ധാരാളം പേര് മേടിക്കുന്നുണ്ട്. അതായത് വെളുത്തുള്ളി ഇഷ്ടം പോലെ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. നാരങ്ങ കുറവും വെളുത്തുള്ളി കൂടുതലും എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ധാരാളം പേര് മേടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അതിൻ്റെ സ്റ്റോക്ക് തീരുന്നത്. അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറും പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത് കേട്ടോ. നെല്ലിക്ക ഇടയ്ക്ക് കിട്ടാനില്ലായിരുന്നു, നാരങ്ങ ഭയങ്കര വിലയായിരുന്നു, വെളുത്തുള്ളിയും കിട്ടാനില്ലായിരുന്നു. കിട്ടുന്നത് പച്ച വെളുത്തുള്ളിയായിരുന്നു, നല്ല ഉണക്ക വെളുത്തുള്ളി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് തകർത്ത് വെച്ച് ഉള്ളി പൊളിപ്പായിരുന്നു. അടുത്ത സ്റ്റോക്കും ആയിട്ടുണ്ട്. ഇതും പെട്ടെന്ന് തീരും കേട്ടോ. ഉടനെ വീണ്ടും വെളുത്തുള്ളി പൊളിച്ച് തുടങ്ങിയേ പറ്റത്തുള്ളൂ അടുത്ത ബാച്ച് ഇടാനായിട്ട്. എന്ന് വെച്ച് മറ്റുള്ളത് പോകുന്നില്ല. നല്ല ബീഫ്, മീൻ, നെല്ലിക്ക, നാരങ്ങ എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന ദിവസം, അതായത് നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ തലേന്നാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ സ്റ്റോക്ക് ഇല്ല കേട്ടോ. 2-3 ദിവസത്തിനകം ഇടണം എന്ന് വിചാരിക്കുന്നു. വെളുത്തുള്ളി പൊളിക്കൽ നടക്കുന്നതേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വെളുത്തുള്ളി ഒത്തിരി വേണം ഇതിന്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം വെളുത്തുള്ളി റെഡിയാകുമ്പോൾ ബാക്കിയുള്ള അച്ചാറുകൾക്കൊക്കെ എടുക്കും. എന്തായാലും 3-4 ദിവസത്തിനകം അടുത്ത സ്റ്റോക്കും റെഡിയാകും. ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിനകത്തൊന്ന് നോക്കിയാൽ മതിയേ. എല്ലാവരുടെയും വീടുകളിൽ കാണും പല്ലി ശല്യം. ഇവിടെ ഉണ്ട് കേട്ടോ. എങ്ങനെ ഇതുങ്ങളെ നശിപ്പിക്കുമെന്നും പറഞ്ഞിരിക്കും. പക്ഷേ എല്ലാത്തിനെയും കൂടെ നശിപ്പിക്കരുതെന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. കാരണം ഈ പല്ലി നമ്മുടെ വീടുകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രാണിശല്യം കൂടും. ഇപ്പം തന്നെ ജോസാൻ അത്യാവശ്യമായിട്ട് രാത്രി ഇതാ പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. ഞാൻ കടയിലിരുന്നപ്പം ഇതിങ്ങനെ ഈ കാഴ്ച കണ്ടിട്ട് ഇന്ന് വീഡിയോ എടുത്തതാ കേട്ടോ. ഈ എന്താണ് ഈയലിനെ പിടിച്ച് തിന്നുവാണിത്. കുഞ്ഞു പല്ലിയാണ്. ഇതിനു വേണ്ടി വയറെവിടെ ഇരിക്കുന്നോ എന്തോ അതിന്. അപ്പോൾ പല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകളിൽ പ്രാണിശല്യം കുറയും എന്നാണ് പറയുന്നത്. പക്ഷേ പല്ലി കൂടിയാലും പ്രശ്നമാണ്,
ഒരു വിധത്തിൽ അതൊട്ട് പോകത്തുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് ദാ വരുന്നെന്നും പറഞ്ഞ് നിപ്പി പുറത്ത് പോയതാണേ. വന്നപ്പം കൊണ്ടുവന്നതാണിത്. ഇത് ആക്ച്വലി 2-3 ദിവസം മുമ്പേ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു. ബോംബെയിലായിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ പിസ്സയോ ബർഗറോ അതും അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസോ സൂപ്പോ ഒക്കെ, കാരണം തൊട്ട് താഴെ ഉണ്ടല്ലോ, അങ്ങോട്ട് ഇറങ്ങി പോയാൽ മതി, ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഇപ്പം ബോംബെ ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഇതൊക്കെ എത്ര നാളായി കഴിച്ചിട്ട് ഒരു കൊതി. അങ്ങനെ അത് മനസ്സിൽ വെച്ചിട്ട് പോയി മേടിക്കാൻ പോയതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. കൊട്ടാരക്കരയിൽ നിന്ന് മേടിച്ചതാണ്. അവിടുത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കും ജോസാൻ, ഞങ്ങൾ 2 പേർക്കും ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റും ഇല്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് ഓവനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയും ചെയ്തു. എന്നാലും ആ ഒരു അവിടുത്തെ ആ ക്വാളിറ്റിയുടെ ആയിരിക്കാം, അറിയില്ല, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് സ്ഥലം കണ്ടപ്പോൾ തന്നെ സ്ഥിരമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലായി കാണാം ഞാനിപ്പോൾ എവിടെയാണെന്നേ. എൻ്റെ ചേച്ചി ബിജീസ് കിച്ചൺ ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഞാൻ അഞ്ചേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. 2 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു കാലാവസ്ഥ. പകലൊക്കെ ചെറിയ വെയിലുണ്ടെങ്കിലും ഇടവിട്ട് മഴയുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം അവരോടൊപ്പം സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. കുഞ്ഞു കുളിച്ചിട്ട് വന്നേന്ന് പറ. ഇവരെ ഡ്രസ്സ് ഇട്ട് കാണുന്നത് ഭയങ്കര ചുരുക്കമാണ് കേട്ടോ. കാരണം ഒരാൾ ഡ്രസ്സ് ഊരിക്കളഞ്ഞാൽ മറ്റേ ആൾ ഊരും. പിന്നെ ഡ്രസ്സ് ഇടാതെ നടക്കും. ഇടാൻ ഭയങ്കര മടിയാണ് 2 പേർക്കും. കുഞ്ഞെന്ത് കൊടുക്കുവാ? എന്റെ കൂടെ കളിച്ചു പോ. കുഞ്ഞു കുളിച്ചെന്ന് പറ. മോന്റെ പേര് പറഞ്ഞേ. കുഞ്ഞിന്റെ പേര് പറഞ്ഞേ. അമ്മയ്ക്കൊരു ഉമ്മ വന്നേ. 2 പേരും ഉമ്മ വന്നേ. 2 എന്റെ കണ്ണാടി. 2 പേരുടെ ഉമ്മ. കുഞ്ഞു 2 പേരുടെ ഉമ്മ. കുഞ്ഞുമ്മ എന്നില്ല. നീ ഉമ്മ എന്നില്ല. നീ ഉമ്മ എന്നില്ല. നമുക്ക് ഫോട്ടോ എടുക്കാം 2 പേരും കൂടെ ഇങ്ങനെ മോൻ വെച്ചേ. ഉമ്മ എന്നാണ്ടായിരുന്നു നീ? ബാ ഇനി ഉമ്മ. ആൻ്റെ ഉമ്മ ഓടിയോ? ഓടിയോ ഉമ്മ? ദാണ്ടടി ഉമ്മ ആയിരുന്നടിയോ കുഞ്ഞ്. കുഞ്ഞുമ്മതാ. കുഞ്ഞൂടെ ഉമ്മതാ. നീ ഇവിടെ അയ്യോ മുഖം അയ്യോ എൻ്റെ അമ്മേ. അയ്യോ എനിക്കൊരു വീഡിയോ ഫോട്ടോയ്ക്കായിരുന്നു. 2 കൂടെ ഒരുമിച്ച് വെക്കത്തില്ല. രണ്ടുപേരുടെ കുഞ്ഞിന്റെ പേരെന്തുവാ? ജോഷ്. പപ്പയുടെ പേരെന്തുവാ? ഡാഡിന്നോ? മമ്മിയുടെ പേരെന്തുവാ? ഷീബ. വല്യമ്മച്ചിയുടെ പേരെന്തുവാ? അമ്മച്ചിയുടെ പേരെന്തുവാ? കുട്ടി. അമ്മക്കുട്ടിയുടെ കുട്ടി. The viper and the bird go swish, 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 swish. The viper and the bird go swish, 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 all through the town. The horn and the bird go beep, 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 beep. The horn and the bird go beep, 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 all through the town. The baby and the bird says wow, 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 wow.
എങ്കിലേ പാടൂ. പോളിനെ പോളച്ചാച്ചാന്ന് വിളിക്കുന്നതിന്റെ ഷോർട്ട് പോൾച്ച എന്നാണ് ഇവർ വിളിക്കുന്നത്. പ്രൈസിനെ ബ്രദർ എന്നും. കാരണം പോളിന്റെ ബ്രദറാന്ന് പറഞ്ഞ ഇത് വെച്ച് ബ്രദർ എന്നാണ്. ഇവർക്ക് രണ്ടുപേർക്ക് റൈംസ് എല്ലാം കാണാതറിയാം, അതിന്റെ ആക്ഷനുകളും കാണാതറിയാം. പ്രൈസിനും പോളും വന്നതിൽ പിന്നെ കൊച്ചുമക്കൾ കുറച്ചുകൂടി സോഷ്യലൈസ് ആയി. കാരണം അവർ പെട്ടെന്ന് ആരടുത്തും അടുക്കത്തില്ലായിരുന്നു. പുതിയതായിട്ട് ആരെങ്കിലും കണ്ട കരച്ചില് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇവർ രണ്ടും വന്ന് ഇടപഴകിയതിൽ പിന്നെ ഇപ്പൊ ആര് വന്നാലും അവരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും കരച്ചിലൊന്നുമില്ല. അതൊരു വലിയൊരു no more monkeys jumping on the bed. Two little monkeys jumping on the bed. One fell off and bumped his head. Mama called the doctor and the doctor said, no more monkeys jumping on the bed. One little monkey jumping on the bed. One fell down and bumped his head. Mama called the doctor and the doctor said, no more monkeys jumping on the bed. No little monkeys Jumping on the bed. No one fell down, bumped his head. Mama called the doctor and the doctor said, let the five monkeys jump on the bed. No more monkeys jumping on the bed. Very good. Four on the bed. Hey, come. One leg. Daughter. Onda പേരെന്തോ? onda അച്ഛനാടെ പേരെന്തോ? ആ? എന്റെ പേരെന്തോ? അതാരാ? മോന്റെ മമ്മിയുടെ പേര്? മോന്റെ അമ്മച്ചിയുടെ പേര്? അമ്മ കുട്ടി. Jump. Oh no, hello doctor. Oh yes, yo. Thank you. Babu. Oh no, doctor. Hello. Ayo. Thank you. ഡോക്ടർ വിളിക്കാൻ കാത്തിരിക്കുവാണോ? ഡോക്ടർ വിളിപ്പുറത്തിരിക്കുവാണ്. ഡോക്ടർ എന്തേ? ഡോക്ടറെ കാണുന്നില്ല. ഡോക്ടർ എന്തിയെ? മെഡിസിൻ കൊടുത്തില്ല. മെഡിസിൻ കൊടു. പേഷ്യന്റിനെ പരിശോധിക്കണ്ടേ? ഡോക്ടറെ പേഷ്യന്റിനെ ചെക്ക് ചെയ്ത് നോക്കണ്ടേ? ഡോക്ടർ വായോ ഡോക്ടർ. പേഷ്യന്റ് വിളിക്കുന്നു. അവന്റെ കുണ്ടിക്ക് കാണീര് കുഞ്ഞ്. മോൻ എവിടെ പോവാ? കുണ്ടിക്ക്, കുഞ്ഞിന്റെ കുണ്ടി. ഡോക്ടറെ Thank you. അവരുള്ള ആ ഒരു മാസം കുഞ്ഞുങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തേ. കാരണം അവരെന്നും കുന്നും ജനിച്ചപ്പോൾ തൊട്ടേ അമ്മയുടെയും അവരുടെ അപ്പൻ്റെയും അമ്മയും മുഖം മാത്രമല്ലേ കാണുന്നുള്ളൂ. അവിടെ അയൽവക്കോ അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ. കാരണം ഇവ വീട്ടിലുള്ളവർ മാത്രം. അപ്പോൾ
അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. ഇവർ വന്നപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു നല്ലതുപോലെ. കുറച്ച് കാര്യം പറയാനാണെങ്കിലും അവരുടെ പേര് പറയാനാണെങ്കിലും പപ്പയുടെയും മമ്മിയുടെയും പേര് പറയാനൊക്കെ പോൾമോൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കൊച്ചുങ്ങൾ മറന്നിട്ടില്ല. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴേ പൊളച്ചാ പൊളച്ചാ എന്ന് പറഞ്ഞ് എണീറ്റ് വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇത് അവർക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കൊണ്ടുവരാനായിട്ടും നാരങ്ങ, ഞാൻ പറഞ്ഞിട്ടില്ലേ 365 ദിവസം നാരങ്ങയുള്ളൊരു നാരകമാണത്. നല്ല ചുമന്ന നാരങ്ങ. ജോസാന് ഭയങ്കര ഇഷ്ടം. ഇവിടെ കൊണ്ടുവന്നത് ഒറ്റ ദിവസം കൊണ്ട് തിന്ന് തീർത്തെന്ന് പറഞ്ഞാൽ മതി. ജോസൻ പറയായിരുന്നു കുറച്ചുകൂടെ കൊണ്ടുവരണ്ടായിരുന്നു, പക്ഷെ വിളഞ്ഞില്ലായിരുന്നു. വിളഞ്ഞതെല്ലാം ആങ്ങളെ ഞങ്ങൾക്ക് പറിച്ച് തന്നു വിട്ടേ. അപ്പോൾ കുറച്ച് ദിവസം അവിടെ അവൾ നാട്ടിലായിരുന്നു. ഇനിയിപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരുമിച്ച് എല്ലാവർക്കും കൂടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സർക്കാരിൻ്റെ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട് മൊത്തവും പോവുകയാണ്, വസ്തുവും പോവുകയാണ്. അപ്പോൾ അന്ന് അവർ പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ റേച്ചാനും ഡാഡിയും വന്നിട്ടുണ്ടായിരുന്നു. ഡാഡിക്ക് നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് കൂടിയ ശേഷം വൈകിട്ടാണ് വന്നത്. യാത്രാക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം അവർക്ക് ഫുഡ് കൊടുത്തു. എൻ്റെ ബ്രദർ കഴിക്കാനിരുന്നിട്ടില്ല, കാരണം ജോസൻ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നേ. ഇത് എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. ബ്രദറിൻ്റെ മോളെന്ന് വെച്ചാൽ പപ്പയുടെ മൂത്ത ചേട്ടൻ്റെ മോൻ്റെ മോളാണ്. എൻജിനീയറിങ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ജോസാൻ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. വൈകിട്ട് ഒരു 7:30 ആകുമ്പോഴത്തേക്ക് കടയടച്ചിട്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. 8:30 ആയപ്പോഴും എനിക്ക് മഴയുടെ വീഡിയോ അയച്ചു തന്നു. 9 മണിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ തന്നെ 10:45, രാത്രി ഒരു 10:30 10:45 ആയെന്ന് തോന്നുന്നു. വീട്ടിലെത്തിയപ്പോൾ 12:15 കഴിഞ്ഞു. അപ്പോൾ പ്രൈസൻ നാളെ തിരിച്ച് ബോംബെക്ക് പോവാം. പ്രൈസിന് ഒന്നും പറയാനില്ലയോ? പ്രൈസിന് എങ്ങനെയല്ലോ അങ്ങ് എത്തിയാൽ മതി എന്നാന്ന് തോന്നുന്നു. ആ നാളെ ബോംബെക്ക് പോവാ. പോളിനെന്തോ പറയാനുള്ളേ? ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷം അടിച്ചു പൊളിച്ചു, നല്ലതായിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ നെക്സ്റ്റ് ഇയർ ഇനി അടിച്ചു പൊളിക്കും. അപ്പോൾ അവൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ അവൾ ഇട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ രാത്രിയിൽ പാക്കിങ്ങും വെയിറ്റ് നോക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇനി ഏതായാലും ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പറ്റുമെന്ന് തോന്നുന്നില്ല. അവളിനി അടുത്ത വർഷം വരുമോ എന്നും അറിയില്ല. കാരണം പോൾമോൻ 11ാം ക്ലാസ് ആണല്ലോ. ഇനിയിപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ വരാൻ പറ്റുമായിരിക്കും. മൂത്ത ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അതിൻ്റെ തലേന്ന് ഒന്ന് കൂടണമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾക്ക് പറ്റിയില്ല. ഞാൻ വരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പേ അവളൊന്ന് വന്നേച്ച് പെട്ടെന്ന് അങ്ങ് പോയി. കാരണം എല്ലാവർക്കും പലവിധമായ കാര്യങ്ങളൊക്കെ ആണല്ലോ, പല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. എല്ലാം അറേഞ്ച് ചെയ്തല്ലേ ഒരു ദിവസം ഇറങ്ങുന്നത്. എന്തായാലും യാത്ര പറഞ്ഞു പോക്കലൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പോവാതിരിക്കാനും പറ്റത്തില്ല. ജീവിതമാർഗമായിട്ട് പലരും പലയിടത്താണല്ലോ, ജോലി സംബന്ധമായിട്ടും പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. വീഡിയോ കണ്ടാൽ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.